ഹലോ, വെൽക്കം ടു anooptube. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഗിറ്റ് ട്യൂട്ടോറിയൽ സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയിരുന്നു എന്താണ് ഗിറ്റ് കമ്മിറ്റ്, ഗിറ്റ് ലോഗ് എന്താണ്, ഗിറ്റ് സ്റ്റാറ്റസ് എന്താണ്, ഗിറ്റ് ബ്രാഞ്ച് എങ്ങനെയാണ്, കറസ്പോണ്ടിങ് ബ്രാഞ്ച് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് അതിനേക്കാളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അഡ്വാൻസ്ഡ് എന്ന് പറയാൻ പറ്റില്ല, ബേസിക് ആയിട്ടുള്ള തന്നെ, പക്ഷേ കുറച്ചുകൂടി കാര്യങ്ങൾ നമ്മളൊന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കാൻ പോവാണ്. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട്, രണ്ട് CPP ഫയൽ ഉണ്ടല്ലേ, main.cpp test.cpp രണ്ട് ഫയലുണ്ട്. ഓക്കെ, ഇന്ന് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നതെല്ലാം main.cpp ഫയലാണ്. അപ്പോൾ ഞാൻ main.cpp ഫയൽ തുറന്നു. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഓക്കെ, ഓൺ എ ബ്രാഞ്ച് മാസ്റ്റർ ആണ്, നത്തിങ് ടു കമ്മിറ്റ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യല്ലോ, ഒരു എഡിറ്റും വരുത്തിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത അതേ സംഭവമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ എഡിറ്റ് വരുത്താൻ പോവാണ്. അപ്പോൾ ഞാൻ സാധാരണ main.cpp എന്ന് പറഞ്ഞ ഫയലിൽ നമ്മൾ ആദ്യം ഹാഷിംഗിലൂടെ IOStream എഴുതിയിരുന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഇൻഡ് മെയിൻ std_cout സേവ് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു, main.cpp ഞാൻ എന്ത് ചെയ്തു, എഡിറ്റ് വരുത്തിയില്ല. അതായത് ഒരു മെയിൻ പ്രോഗ്രാം ആഡ് ചെയ്തു, അതായത് മെയിൻ ഫംഗ്ഷൻ ഞാൻ ആഡ് ചെയ്തു. ഇത് CPP ഫയലാണ്, മെയിൻ പ്രോഗ്രാം എന്ത് ചെയ്തു, ആഡ് ചെയ്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ചു വിചാരിക്കുക. ഓക്കെ, ഇവിടെ എന്ത് ചെയ്തു, എഴുതി കാണിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, ഓൺ ബ്രാഞ്ച് മാസ്റ്ററിലാണ് നിൽക്കുന്നത്. ചേഞ്ചസ് നോട്ട് സ്റ്റേജ്ഡ് ഓർ കമ്മിറ്റഡ്, അതായത് നമ്മൾ കമ്മിറ്റ് ചെയ്യാത്തതായിട്ടുള്ള കുറച്ച് ചേഞ്ചസ് ആണ് ഇതിൽ കാണിക്കാൻ പോകുന്നത്. അതായത് main.cpp മോഡിഫൈഡ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം main.cpp ഫയൽ ഇതിൽ ആഡ് ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ ആഡ് ചെയ്ത ഫയൽസിൽ വല്ല എഡിറ്റും വരുത്തി കഴിഞ്ഞാൽ അതിനെന്ത് പറയണത്, മോഡിഫൈഡ്. ഓക്കെ, ഓൾറെഡി നമ്മൾ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കമ്മിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒന്നും കൂടി ചെയ്യാൻ പറ്റും, ചെക്കൗട്ട് ചെയ്യാൻ പറ്റും. എല്ലാം ഇതിൽ തന്നെ ഇത് തന്നിട്ടുണ്ട്, ചെക്കൗട്ട് ചെയ്യാൻ പറ്റും. ഈ ചെക്കൗട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ചെയ്തിരിക്കുന്ന മാറ്റം ഉണ്ടല്ലോ, അതായത് നമ്മളിപ്പോൾ അതായത് മെയിൻ ഫംഗ്ഷൻ നമ്മൾ ആഡ് ചെയ്തു. ഈ സംഭവം നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി വെച്ചാൽ ഗിറ്റ് ചെക്കൗട്ട് ആ ഫയലിൻ്റെ പേര് main.cpp എന്ന് അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്തു വെച്ചാൽ മെയിൻ റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സാധനം ഒന്ന് പോയി കിട്ടും. ഓക്കെ, അതാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് വേണ്ട എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി വെച്ചാൽ ചെക്കൗട്ട് ചെയ്താൽ മതി. ഗിറ്റ് ചെക്കൗട്ട് ആ ഫയലിൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് പ്രീവിയസ് കമ്മിറ്റിൽ എന്താണോ ചെയ്തിരിക്കുന്നത് അതിലോട്ട് പോകും. അപ്പോൾ പ്രീവിയസ് കമ്മിറ്റിൽ നമ്മൾ എന്താണ് ചെയ്തിരിക്കുന്നത്, ജസ്റ്റ് ഈ ലൈന് ആഡ് ചെയ്തിട്ടല്ലേ ഉള്ളൂ, വേറെ നമ്മൾ ചെയ്തില്ല. സ്റ്റാറ്റസ്, ഓക്കെ, ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്തിട്ടപ്പോൾ ഒന്നും ഇതിൽ ആഡ് ചെയ്തില്ല എന്നാണ് പറയുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ നേരത്തെ ചെയ്ത് തന്നെ ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തു, സേവ് ചെയ്തു. അതിനുശേഷം ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഓൺ മോഡിഫൈഡ് main.cpp എന്ന് കിട്ടി. ശരിയല്ലേ. ഓക്കെ, ഇപ്പോൾ ഞാൻ എന്താണ് മോഡിഫൈ ചെയ്തെന്ന് കിട്ടി. എനിക്കിപ്പോൾ ഞാൻ എന്താണ് ഇനി ഇതിൽ വരുത്തിയ മാറ്റം എന്ന് അറിയണമെങ്കിൽ നമ്മൾ അടിക്കുന്ന ഇതാണ് കമാൻഡാണ് ഗിറ്റ് ഡിഫ്, അതായത് ഡിഫ്. ഓക്കെ, ഗിറ്റ് ഡിഫ് എന്ന് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതിൽ പ്ലസ് എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, പ്ലസ് എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. അതെല്ലാം ആഡ് ചെയ്ത ലൈൻസ് ആണ്. അപ്പോൾ ഇതാണ് ഞാൻ എന്ത് ചെയ്തത്, ഗിറ്റിൽ എഴുതിയിട്ടുണ്ട്. അതായത് ഒരു മെയിൻ ഫംഗ്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇതൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. എല്ലാം പ്ലസ് ആണല്ലേ, പ്ലസ് എന്നിട്ട് ഇരിക്കുന്നുണ്ടോ, പ്ലസ് എന്നിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫംഗ്ഷൻസ് എല്ലാം, ഈ ലൈൻസ് എല്ലാം അതിൽ ആഡ് ചെയ്തെടുക്കുകയാണ് എന്നാണ് അർത്ഥം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഡിഫറൻസ്. ഇപ്പോൾ ഗിറ്റ് ഡിഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇതാണ് ഇതിൻ്റെ ഡിഫറൻസ്. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫംഗ്ഷനെ ഈ main.cpp നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ കമ്മിറ്റ് ചെയ്യാം. ഓക്കെ, ഗിറ്റ് ആഡ് -u. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞായിരുന്നു ഗിറ്റ് ആഡ് ഓരോ ഫംഗ്ഷൻ്റെ പേര്, ഓരോ ഫയലിൻ്റെ പേരിൽ കൊടുത്തിരുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ ആഡ് ചെയ്ത ഫയലാണ്, നമുക്ക് ആഡ് ചെയ്ത ഫയൽസ് മാത്രമേ നമുക്ക് കമ്മിറ്റ് ചെയ്യേണ്ടൂ എങ്കിലുള്ള എന്ത് ചെയ്താൽ മതി വെച്ചാൽ ഗിറ്റ് ആഡ് -u എന്ന് കൊടുത്തു. -u എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ആഡഡ് ഫയൽസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് ആഡ് ചെയ്യുള്ളൂ. അപ്പോൾ എന്താണെന്ന് മനസ്സിലാക്കണം വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഒരു പുതിയൊരു ഫയൽ ഉണ്ടാക്കി, ഇപ്പോൾ ls അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും main.cpp test.cpp ഉള്ളൂ അല്ലേ. നമ്മൾ കഴിഞ്ഞ കമ്മിറ്റിൽ എന്തൊക്കെയാണ് ആഡ് ചെയ്തിരുന്നത്, main.cpp test.cpp നമ്മൾ ആഡ് ചെയ്തായിരുന്നു. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഒരു പുതിയൊരു ഫയൽ ഉണ്ടാക്കി, demo.txt എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഞാൻ ഉണ്ടാക്കി. ഇപ്പോൾ ls അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തുണ്ടാവും, demo.txt ഉണ്ട്. ഇനി ഞാൻ ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ചു വിചാരിക്കാം. ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, അൺട്രാക്ക്ഡ് ഫയൽസിൽ എന്ത് വരുന്നുണ്ട്, demo.txt ഉണ്ട്. ഓക്കെ, ഞാൻ ഓൾറെഡി ആഡ് ചെയ്തതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മോഡിഫിക്കേഷൻ ഉണ്ട്, main.cpp മോഡിഫിക്കേഷൻ ഉണ്ട്. ഇനി ഞാൻ എന്ത് വെച്ചാൽ ഗിറ്റ് ആഡ് -u എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ചാൽ main.cpp മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇപ്പോഴത്തെ കമ്മിറ്റിലോട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുള്ളൂ. അതായത് ഇപ്പോൾ ഓൾറെഡി ആഡ് ചെയ്ത ഫയൽസിൽ വല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ നമ്മൾ കമ്മിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആഡ് -u എന്നാണ് കൊടുക്കുക. അതായത് ഓൾറെഡി ആഡഡ് ഫയൽസിനെ മാത്രം ഇതിലോട്ട് ആഡ് ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മൾ ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ചു കഴിഞ്ഞാൽ എന്ത് കാണിക്കുക വെച്ചാൽ, ഓക്കെ, എന്താണ് മോഡിഫൈഡ്, അതായത് പച്ച കളറിലാണ് കാണിക്കുന്നില്ല. മോഡിഫൈഡ് എന്ന് പറഞ്ഞാൽ അത് സാധനം ഓൾറെഡി നമ്മൾ എന്ത് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. നേരത്തെ അത് ചുവപ്പ് കളറിലായിരുന്നു കാണിച്ചത്, ശരിയല്ലേ. നേരത്തെ ചുവപ്പ് കളറിലായിരുന്നു കാണിച്ചത്, നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും.
അത് മോഡിഫൈഡ് എന്ത് ചെയ്തു ചോപ്പ് കളറിലാണ് കാണിച്ചത്. ഇപ്പോൾ എന്താ ഈ പച്ച കളറായി. പച്ച കളറിൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇത് ആഡ് ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. പക്ഷേ എന്ത് ചെയ്ത് ഈ demo.txt എന്തില്ല ആഡ് ചെയ്തില്ല. അപ്പോൾ ഇതാണ് ഗിറ്റ് ആഡ് -uന്റെ അർത്ഥം. ഇനി ഞാൻ ഗിറ്റ് ആഡ് ഡോട്ട് എന്നടിച്ചു വിചാരിക്കുക. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിൽക്കുന്ന ഫോൾഡറിലെ എല്ലാ ഫയൽസും ആഡ് ചെയ്തോളാം പറയാം. ഇനി ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റാറ്റസ് അടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്തു, ഇപ്പോൾ ഈ മെയിൻ demo.txt എന്ത് ചെയ്തു ആഡായി. അതായത് ഞാൻ എന്ത് ചെയ്തോന്ന് ഇതിൽ ആഡ് ഡോട്ട്, അപ്പോൾ നമ്മൾ ഓരോ ഫയൽസ് നമ്മൾ എല്ലാം അങ്ങനെ പെറുക്കി ആഡ് ചെയ്യുന്നതിന് പകരം ആഡ് കഴിഞ്ഞിട്ട് ഡോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തിൻ്റെ അർത്ഥം ഇപ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് ആ ഫോൾഡറിലെ എല്ലാ സാധനങ്ങളും എന്ത് ചെയ്തു അത് ഓട്ടോമാറ്റിക് ആഡ് ചെയ്യും. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ഈ കമാൻഡ് നമ്മൾ യൂസ് ചെയ്യരുത്. ഗിറ്റ് ആഡ് ഡോട്ട് ഒരിക്കലും നമ്മൾ യൂസ് ചെയ്യരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബിൽഡ് ഫയൽസ് കുറേ ബൈനറി ഫയൽസ് എല്ലാം എന്ത് ചെയ്യും നമ്മൾ അതിലോട്ട് ആഡ് ആയി പോകും, നമുക്ക് അറിയാതെ നമുക്ക് ആഡ് ആയി പോകും. അപ്പോൾ അങ്ങനെ നമുക്ക് വേണ്ട ഫയൽസ് മാത്രം നമ്മൾ എന്ത് ചെയ്യുക ആഡ് ചെയ്യുക. അപ്പോൾ ഒരിക്കലും ഇങ്ങനത്തെ ഫയൽ ഈ കമാൻഡ് നമ്മൾ അധികം യൂസ് ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഇപ്പോൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, ശരിയല്ലേ? അപ്പോൾ നമുക്ക് എല്ലാം ആഡ് ചെയ്യാൻ നമ്മൾ പഠിച്ചു അല്ലേ? ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തൊരു ഫയൽ ഉണ്ട് വിചാരിക്കുക. അപ്പോൾ എക്സാമ്പിൾ എനിക്കിപ്പോൾ ഈ demo.txt ഇപ്പോൾ ഇതിൽ ആഡ് ആയി പോയി, പക്ഷേ എനിക്ക് എന്ത് ചെയ്യണം അതിനെ ആഡ് ചെയ്യണ്ടായിരുന്നു എന്നാണെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ വെച്ചാൽ ഗിറ്റ് റീസെറ്റ് ആ ഫയലിൻ്റെ പേര് demo.txt അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്തു വെച്ചാൽ പിന്നെ വീണ്ടും നമ്മൾ ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എന്ത് ചെയ്താൽ ഈ demo.txt എന്തായില്ല ആഡ് ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ആഡ് ചെയ്യാനും പഠിച്ചു, അതിന് ആഡ് ചെയ്ത സാധനത്തിന് റിമൂവ് ചെയ്യാനും പഠിച്ചു. ഓക്കെ, റിമൂവ് ചെയ്യുന്ന അർത്ഥം പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്യുക എന്നല്ല അർത്ഥം. ഗിറ്റിലോട്ട് ആഡ് ചെയ്തതിന് എന്ത് ചെയ്യുക റിമൂവ് ചെയ്യുക. ഇനി ഞാൻ എന്ത് വെച്ചാൽ ഇതിനെ കമ്മിറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ചാൽ ഗിറ്റ് കമ്മിറ്റ് -m ആഡഡ് മെയിൻ ഫംഗ്ഷൻ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു കമ്മിറ്റ് ചെയ്തു. ഇപ്പോൾ എന്താണ് ആഡഡ് മെയിൻ ഫംഗ്ഷൻ 5 ഇൻസേർഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഒരു ഫയൽ ചേഞ്ച് ചെയ്തു, അതിൽ 5 ഇൻസേർഷൻസ് നടത്തിയിട്ടുണ്ടെന്ന് അതിൽ എഴുതി കാണിച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അടുത്തൊരു കമ്മിറ്റ് ഉണ്ടാക്കി ഗിറ്റ് ആഡ് ഡോട്ട്. ഓക്കെ, എല്ലാം ആഡ് ചെയ്തു. അതിനുശേഷം ഗിറ്റ് സ്റ്റാറ്റസ്. ഓക്കെ, ഇപ്പോൾ demo.txt ആഡ് ചെയ്തു. ഇനി ഗിറ്റ് കമ്മിറ്റ് -m ആഡഡ് demo.txt. ഓക്കെ, ഇപ്പോൾ എന്ത് ചെയ്തു, ഇപ്പോൾ ഇവിടെ ഞാൻ ഗിറ്റ് ലോഗ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും. demo.txt ആഡ് ചെയ്തു, മെയിൻ ഫംഗ്ഷൻ ആഡ് ചെയ്തു അല്ലേ, ആഡഡ് test.cpp ആഡഡ് main.cpp എന്തൊക്കെ സാധനങ്ങൾ ഇപ്പോൾ നമ്മൾ ഇത്രയും 4 കമ്മിറ്റുകളോട് നടത്തിയിട്ടുണ്ട് അല്ലേ, ശരിയല്ലേ? അപ്പോൾ ഞാനിവിടെ നോക്കി ആഡഡ് മെയിൻ ഫംഗ്ഷൻ ആഡ് ചെയ്തപ്പോൾ ഉള്ള കമ്മിറ്റുകളാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ഇപ്പോൾ ഇത്രയും 4 കമ്മിറ്റുകൾ ഞാൻ നടത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഇപ്പോൾ ഒരു മെയിൻ ഫംഗ്ഷൻ എഴുതി, ശരിയല്ലേ? മെയിൻ ഫംഗ്ഷൻ എഴുതി. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇതിനെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് ഇപ്പോൾ ഇതിപ്പോൾ കറസ്പോണ്ടിങ് വർക്ക് ചെയ്യുന്നൊരു കോഡാണ് അല്ലേ, G++ main.cpp അടിച്ചു ./a.out ഇൻ മെയിൻ എഴുതി കാണിച്ചു. ഇതിപ്പോൾ ഒരു വർക്കിംഗ് പ്രോഗ്രാമാണ് അല്ലേ. ഞാൻ ഇന്നാൾ പറഞ്ഞിരുന്നു നമ്മളൊരു വലിയ പ്രൊജക്റ്റ് ചെയ്യാണ്, അതിലെന്ത് ചെയ്യുന്ന ഒരു വർക്കിംഗ് പ്രൊജക്റ്റാണ്, നമ്മൾ അതിൽ പുതിയൊരു ഫീച്ചർ ആഡ് ചെയ്യുകയാണ് വിചാരിക്കുക. പുതിയൊരു ഫീച്ചർ ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ വർക്കിംഗ് പ്രോഗ്രാം തന്നെ നമ്മൾ ചെയ്യുമോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആ പുതിയ ഫീച്ചർ വർക്ക് ചെയ്യില്ല നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന പ്രോഗ്രാമിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, എന്തായിരുന്നു പ്രശ്നം, ഇപ്പോൾ വർക്ക് ചെയ്തില്ല, എന്ത് ചെയ്യും, വലിയൊരു ബഗ് വന്നു, വലിയൊരു എറർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ വർക്കിംഗ് പ്രോഗ്രാമിൻ്റെ അത് കേടുന്നു, അതായത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കോപ്പി ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ഒരു കോപ്പി ഉണ്ടാക്കും, എന്നിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യും മാറ്റം വരുത്തും. അത് നമ്മുടെ സാധാരണ നമ്മൾ ചെയ്യുന്ന വഴി. ഈ സെയിം സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഗിറ്റിൻ്റെ വഴിയിൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഗിറ്റ് നിൽക്കുന്നത് ബ്രാഞ്ചിലാണ്. ഗിറ്റ് ബ്രാഞ്ച് എന്ന് അടിച്ചു കഴിഞ്ഞാൽ മാസ്റ്ററിലാണ് നിൽക്കുന്നത്. ഇനി എനിക്ക് എന്താണെന്ന് വെച്ചാൽ രണ്ട് നമ്പർ ആഡ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ എനിക്ക് ആഡ് ചെയ്യണം. അതൊരു ഫീച്ചറാണ്, ഇത് നമ്മൾ പറയുമ്പോൾ ഒരു ഫീച്ചറാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞാനൊരു പുതിയൊരു ബ്രാഞ്ച് ഉണ്ടാക്കുകയാണ്, ആഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് ഉണ്ടാക്കുകയാണ്. ആ ബ്രാഞ്ചിലാണ് ഞാൻ മാറ്റങ്ങൾ വരുത്താൻ പോകുന്നത് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞാനൊരു പുതിയൊരു ബ്രാഞ്ച് ഉണ്ടാക്കുകയാണ്, ഗിറ്റ് ചെക്കൗട്ട് -b. ആ ബ്രാഞ്ചിൻ്റെ പേര് എന്താ കൊടുക്കുന്നത് വെച്ചാൽ ആഡ് ഫംഗ്ഷൻ. അപ്പോൾ അതിൽ എന്ത് ചെയ്ത് കാണിച്ചു, സ്വിച്ച് ടു ന്യൂ ബ്രാഞ്ച്. ആ ആഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാഞ്ചിലോട്ട് സ്വിച്ച് ചെയ്ത് പറഞ്ഞു. അതായത് ചെക്കൗട്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ -b എന്നൊരു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയൊരു ബ്രാഞ്ച് ഉണ്ടാക്കുക, അതിനെ വെച്ച് എന്ത് ചെയ്യുക ചെക്കൗട്ട് ചെയ്യുക. ഓക്കെ, ചെക്കൗട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫോൾഡർ ഉണ്ടാക്കി അതിൻ്റെ ഒരു കോപ്പി ഉണ്ടാക്കിയിട്ട് ആ കോപ്പിയിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക പോവുക, എന്നിട്ട് അതിൽ എന്തെങ്കിലും മാറ്റം വരുന്നില്ലേ, അതേപോലെ തന്നെ ആ കോപ്പിയിലോട്ട് പോകണേനെ പറയുന്ന പേരാണെന്ത് ചെക്കൗട്ട് എന്ന് പറയുക. അത് ഏതിലോട്ടാണ് പോകേണ്ടത്, ഒരു പുതിയൊരു ബ്രാഞ്ചിലോട്ടാണ് പോകേണ്ടത്. ആ ബ്രാഞ്ചിൻ്റെ പേരാണ് എന്ത് ആഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇപ്പോൾ ഗിറ്റ് ബ്രാഞ്ച് എന്ന് അടിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും ആഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ബ്രാഞ്ചിലാണ് ഇപ്പോൾ സ്റ്റാർ നിൽക്കുന്നില്ലേ. അതായത് ഇപ്പോൾ പുതിയൊരു ബ്രാഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട് ആഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അതിലാണ് നിൽക്കുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഈ main.cpp ഞാൻ ഒരു പുതിയൊരു ഫംഗ്ഷൻ ആഡ് ചെയ്തു, ഇൻറ്റ്. ഇപ്പോൾ ഞാൻ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഗിറ്റ് സ്റ്റാറ്റസ്. ഓക്കെ, ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും മോഡിഫൈഡ് main.cpp. ഇനി അതിൽ കൂടാതെ a.out ഉണ്ടല്ലേ. ശരിക്കും നമ്മൾ ഇനിയാണ് നമ്മൾ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ a.out എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് ഒരു ബൈനറി ഫയലാണ്, ശരിയല്ലേ? ഇത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരു പ്രൊജക്റ്റിൽ ഒരിക്കലും നമുക്ക് ബൈനറി ഫയൽ ആവശ്യമില്ല. നമുക്ക് എപ്പോഴും എന്ത് ചെയ്യും, ഫയൽസ് നമ്മുടെ കോഡുകൾ മാത്രമേ ആവശ്യമുള്ളൂ.
അപ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇനി git add ഡോട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും, git add -u എന്ന് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എല്ലാ ഫയൽസും നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ മെയിൻ ഫംഗ്ഷനിൽ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഇപ്പോൾ ഇതിൽ എഴുതി git add -u git commit -m ഓക്കെ added some function പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, കമ്മിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ 1 ഫയൽ ചേഞ്ച് 5 ഇൻസേർഷൻസ്. ഓക്കെ, ഇത് കാണിച്ചു. അപ്പോൾ എന്ത് ചെയ്തു മനസ്സിലായി, ഗിറ്റ് ലോഗ് അടിച്ചു വിചാരിക്കുക. ലോഗ് അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ മാസ്റ്റർ ബ്രാഞ്ചിൽ നമ്മൾ ചെയ്ത കമ്മിറ്റോളാണ് ഇത്രയും കാണിക്കുന്നത് കേട്ടോ. ഇവിടെ കണ്ടോ മാസ്റ്ററിൽ അടിയിൽ. ഓക്കെ, ഇപ്പോഴത്തെ ഹെഡ് ആഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് ഉണ്ടല്ലോ, അതിൽ ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ ആഡഡ് സം ഫംഗ്ഷൻ പറഞ്ഞൊരു കമ്മിറ്റ് കൂടി ചെയ്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഏത് ബ്രാഞ്ചിലാണ്, ആഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു ബ്രാഞ്ചിലാണ്. ഇപ്പോൾ ഇതാണ് 2 ബ്രാഞ്ചുകൾ. നമ്മൾ പുതിയൊരു ബ്രാഞ്ച് എങ്ങനെയാണ് ഉണ്ടാക്കുക, അതിലെങ്ങനെയാണ് പുതിയൊരു ഇതൊക്കെ ആഡ് ചെയ്യാമെന്ന് വരച്ചു. ഓക്കെ, ഇപ്പോൾ ഞാൻ എന്ത് വെച്ചാൽ ഇപ്പോൾ ഇതിലൊരു ചെറിയ പ്രശ്നം ഉണ്ട് വിചാരിക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുത്തി എന്ന് വിചാരിക്കുക. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഇതൊരു ഫംഗ്ഷനാണ്. നമ്മൾ ഉണ്ടാക്കിയൊരു ഫംഗ്ഷൻ ഇതിൽ സെമിക്കോളം വിട്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ചപ്പോൾ ഒരു സിമ്പിൾ ഒരു എറർ ഉണ്ടാക്കാണ് ഉദ്ദേശിച്ചിട്ടോ. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൽ ഞാൻ എറർ ഉണ്ടാക്കി. അതിനുശേഷം ഞാൻ എന്ത് വെച്ചാൽ ഇപ്പോൾ main.cpp പഠിച്ചു കഴിഞ്ഞാൽ എന്തൊരു ഒരു എറർ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു വലിയൊരു ബഗ്ഗാണ് വിചാരിക്കുക, വലിയൊരു ബഗ്ഗാണ്, നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ മെയിൻ പ്രോഗ്രാം നമുക്ക് ആവശ്യമുണ്ട് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഒരു ബ്രാഞ്ച് ഉണ്ടാക്കാതെ, നമ്മളിപ്പോൾ ബ്രാഞ്ച് ഉണ്ടാക്കാതെ നമ്മൾ മാസ്റ്റർ തന്നെയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഫംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം. അതിനുശേഷം പിന്നെ വീണ്ടും ഈ മെയിൻ ഫംഗ്ഷൻ റൺ ചെയ്തിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പുതിയൊരു ബ്രാഞ്ചിലാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് പ്രശ്നം വന്നാലും നമുക്ക് കുഴപ്പമില്ല. ഇപ്പോൾ നമുക്ക് നമ്മൾ ഈ മെയിൻ ഫംഗ്ഷൻ തന്നെ നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി വെച്ചാൽ നമുക്ക് പഴയ ബ്രാഞ്ചിലോട്ട് പോയാൽ പോരെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം വെച്ചാൽ പഴയ ഫംഗ്ഷൻ തന്നെ നമുക്ക് വർക്കിംഗ് ആയിട്ട് പ്രോഗ്രാം തന്നെ നമുക്ക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, എനിക്ക് ഓൾറെഡി മാസ്റ്റർ പ്രോഗ്രാമിൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ ഗിറ്റ് ബ്രാഞ്ച് അടിക്കുക. ബ്രാഞ്ച് അടിച്ച് കഴിഞ്ഞപ്പോൾ കറസ്പോണ്ടിങ് ഏത് ബ്രാഞ്ചിൽ നിൽക്കുന്ന ആഡ് ഫംഗ്ഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഗിറ്റ് ചെക്കൗട്ട് മാസ്റ്റർ. ഇപ്പോൾ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ എറർ യുവർ ലോക്കർ ചേഞ്ചസ് ടു ബി ഫോളോയിങ് ഫയൽസ് വുഡ് ബി ഓവർ റിട്ടൺ ബൈ ചെക്കൗട്ട്. ഓക്കെ, അതായത് മെയിൻ.ഡോട്ട് പ്ലീസ് കമ്മിറ്റ് യുവർ ചേഞ്ചസ് സ്റ്റാഷ്. ഓക്കെ, അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ എഡിറ്റ് വരുത്തിയിട്ടുണ്ട്, പക്ഷേ അത് കമ്മിറ്റ് ചെയ്തിട്ടില്ല. എന്നിട്ടാണ് നമ്മൾ കമ്മിറ്റ് ചെയ്യാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ബ്രാഞ്ചിലോട്ട് ചെക്കൗട്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ എറർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മളിതിനെ എന്ത് ചെയ്യണം, ഗിറ്റ് ആഡ് -u ഗിറ്റ് കമ്മിറ്റ് -m കമ്പൈലേഷൻ എറർ. ഓക്കെ, പറഞ്ഞിട്ട് ഒരു കമ്മിറ്റ് ഞാൻ ചെയ്തു കേട്ടോ. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഗിറ്റ് ചെക്കൗട്ട് മാസ്റ്റർ അടിച്ചു വരിക. ഓക്കെ, ഇപ്പോൾ സ്വിച്ച് ടു മാസ്റ്റർ ബ്രാഞ്ച്. ഓക്കെ, ഞാനത് ഇവിടെ റീലോഡ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു മാസ്റ്റർ ബ്രാഞ്ചിൽ നോക്കി കഴിഞ്ഞാൽ ഞാനിപ്പോൾ മറ്റേത് വരുത്തി കഴിഞ്ഞാൽ എററുള്ള കോഡ് ഇല്ലല്ലോ, എററുള്ള കോഡ് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്താൽ മതി, G++ main.cpp എന്ന് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഔട്ട്പുട്ട് കിട്ടും. ശരിയല്ലേ, നമ്മുടെ ഇൻമെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ കിട്ടും, ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ബ്രാഞ്ചുകൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നമ്മൾ വലിയൊരു പ്രോജക്റ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഒരു പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതേപോലെ ഓരോ ബ്രാഞ്ചുകൾ ഉണ്ടാക്കും. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഇപ്പോൾ ബ്രാഞ്ച് ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞു, ശരിയല്ലേ. ഇപ്പോൾ ബ്രാഞ്ച് ഉണ്ടാക്കി അതിനുശേഷം ഞാൻ എന്ത് വെച്ചാൽ ഇപ്പോൾ ഗിറ്റ് ചെക്കൗട്ട് ആഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിലോട്ട് ചെക്കൗട്ട് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇതിൽ നോക്കി കഴിഞ്ഞാൽ റീലോഡ് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു ഇതുണ്ട് അല്ലേ, ശരിയല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഗിറ്റ് ലോഗ് അടിച്ചു. ഓക്കെ, ഇവിടെ എന്ത് കമ്പൈലേഷൻ എറർ പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു കമ്മിറ്റ് കൂടി ഞാൻ നടത്തിയിട്ടുണ്ട്, കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞാനിപ്പോൾ ഈ എറർ ഫിക്സ് ചെയ്തു. ഓക്കെ, എറർ ഞാൻ ഫിക്സ് ചെയ്തു വിചാരിക്കുക, ഫിക്സ് ചെയ്തു, സേവ് ചെയ്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, G++ main.cpp എന്ന് അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, /add_out ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ കമ്പൈലേഷൻ എറർ ഒന്നുമില്ല. ഞാൻ എന്ത് ചെയ്തു, ഇതിന് യൂസ് ചെയ്തു, coutൽ sum_5,6 സേവ് ചെയ്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, G++ അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്തു, 11 എന്ന് കിട്ടിയില്ലേ. അപ്പോൾ അത് കറസ്പോണ്ടിങ് നല്ല വർക്കിംഗ് ആയിട്ടുള്ളൊരു കോഡാണ്. ഇപ്പോൾ എന്ത് ചെയ്തു, എനിക്ക് ഇപ്പോൾ വർക്കിംഗ് ആയിട്ടൊരു കോഡ് കിട്ടി. അപ്പോൾ വർക്കിംഗ് ആയിട്ടൊരു കോഡ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തു, ഗിറ്റ് സ്റ്റാറ്റസ് ഇപ്പോൾ എന്ത് ചെയ്തു, മോഡിഫൈഡ് main.cpp. ഓക്കെ, main.cpp കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇത് ആഡ് ചെയ്തു കഴിഞ്ഞാൽ ഗിറ്റ് ആഡ് -u ഗിറ്റ് ആഡ് -u എന്ന് കൊടുത്തു. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്തു, ഗിറ്റ് കമ്മിറ്റ് -m സം ഫംഗ്ഷൻ. ഓക്കെ, സം ഫംഗ്ഷൻ സക്സസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, കമ്മിറ്റ് ചെയ്തു. ഓക്കെ, ഇനി എന്ത് ചെയ്തു വെച്ചാൽ ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്തു, സക്സസ്ഫുൾ ആയിട്ടൊരു കോഡ് കിട്ടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗിറ്റ് ലോഗ് അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, ഓക്കെ, സം ഫംഗ്ഷൻ സക്സസ്, കമ്പൈലേഷൻ എറർ എല്ലാം. ഇപ്പോൾ കമ്പൈലേഷൻ എററിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഈ എറർ ഫിക്സ് ചെയ്തു ഈ ബ്രാഞ്ചിലോട്ട് ആഡ് ഫംഗ്ഷനിലാണ് നിൽക്കുന്നത്, ശരിയല്ലേ. ഇപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് മാസ്റ്റർ ബ്രാഞ്ചിലല്ല നിൽക്കുന്നുണ്ടാവും അല്ലേ. ഇപ്പോൾ വേറൊരു ആൾക്കാർ ഇപ്പോൾ എന്ത് ചെയ്തു, മാസ്റ്റർ ബ്രാഞ്ചിൽ നിൽക്കുന്നുണ്ടായിരിക്കും, വേറെ കുറേ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് ഈ സാധനത്തിന് ഈ ആഡ് ഫംഗ്ഷനിൽ ഇപ്പോൾ ചെയ്ത കാര്യങ്ങൾ എനിക്ക് എന്ത് ചെയ്യും, മാസ്റ്റർ ബ്രാഞ്ചിലോട്ട് എത്തിക്കണം എന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ ഞാൻ ഈ ഫീച്ചർ ആഡ് ചെയ്തു, ഒരു പുതിയ ഫീച്ചർ ആഡ് ചെയ്തു, ഈ ഫീച്ചർ എന്താണ് സക്സസ്ഫുൾ ആയി.
ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യണം, എനിക്ക് മെയിനിലോട്ട് അതായത് മാസ്റ്ററിലോട്ട് എനിക്ക് എന്ത് ചെയ്യണം, അത് എത്തിക്കണം. എന്നാൽ മാത്രമേ അത് എന്ത് ചെയ്യാൻ പറ്റൂ, ബാക്കിയുള്ളവർ കൂടി യൂസ് ചെയ്യാൻ പറ്റൂ. ശരിയല്ലേ? എല്ലാവരും മാസ്റ്റർ എന്നാണ് എന്ത് ചെയ്യുക, ബ്രാഞ്ച് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ അത് എത്തിക്കണമെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് മെർജ് എന്ന് പറഞ്ഞൊരു കമാൻഡാണ്. ഓക്കെ, മെർജ് എന്ന് പറഞ്ഞൊരു കമാൻഡാണ് നമ്മൾ യൂസ് ചെയ്യുക. എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഗിറ്റ് ബ്രാഞ്ച് അടിക്കട്ടോ, ബ്രാഞ്ച് അടിച്ച് കഴിഞ്ഞപ്പോൾ ഏതിൽ നിൽക്കുന്നുണ്ടാവുക, ആഡ് ഫംഗ്ഷനിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ മാസ്റ്ററിലാണ്. ഈ മാസ്റ്ററിലോട്ട് എന്ത് ചെയ്യണം, എനിക്ക് ആഡ് ഫംഗ്ഷനെ മെർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക വെച്ചാൽ ഗിറ്റ് ചെക്കൗട്ട് മാസ്റ്റർ അടിക്കുക. അതിനുശേഷം ഗിറ്റ് മെർജ് ആഡ് ഫംഗ്ഷൻ അടിച്ചു തരും. ഇപ്പോൾ ആണോ 1 ഫയൽ ചേഞ്ച് 7 ഇൻസേർഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്തു, റീലോഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, സെയിം ഫയൽ തന്നെ കിട്ടും. അതായത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഏത് ബ്രാഞ്ചിലാണ്, ഗിറ്റ് ബ്രാഞ്ച് അടിച്ച് കഴിഞ്ഞാൽ കിട്ടും, മാസ്റ്ററിലാണ് നിൽക്കുന്നത്. എനിക്ക് എന്ത് ചെയ്തു, ആഡ് ഫംഗ്ഷനിൽ ആഡ് ചെയ്ത ഫംഗ്ഷനും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാസ്റ്റർ ബ്രാഞ്ചിൽ എത്തിയില്ലേ. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, മെർജ് വർക്ക് ചെയ്യുക. ഓക്കെ, എങ്ങനെയാണ് മെർജ് വർക്ക് ചെയ്യുക എന്നാണ് പറഞ്ഞത്. അതായത് നമുക്ക് ഒരു 2 ബ്രാഞ്ച് ഉണ്ട്. ഒരു ബ്രാഞ്ച് നമ്മൾ കുറേ ഫീച്ചേഴ്സ് ആഡ് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്യണം, എനിക്ക് വേറൊരു ബ്രാഞ്ചിലോട്ട് എത്തിക്കണം, എന്ത് ചെയ്താൽ മതി, എനിക്ക് ജസ്റ്റ് മെർജ് ചെയ്താൽ മതി. ഓക്കെ, ഇങ്ങനെയാണ്, ഇതാണ് സംഭവം. ഇതിങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഗിറ്റിൽ ഓരോ കമാൻഡ്സ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ നോക്കിയ കമാൻഡ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗിറ്റ് ചെക്കൗട്ട് എന്താണെന്ന് പഠിച്ചു, ബ്രാഞ്ച് എന്താണെന്ന് പഠിച്ചു, മെർജ് എന്താണെന്ന് പഠിച്ചു. ഓക്കെ, ഇന്ന് നമ്മൾ ഇത്ര കാര്യങ്ങളാണ് നോക്കിയത്. അപ്പോൾ എങ്ങനെയാണ് ഒരു പുതിയ ഫംഗ്ഷൻ പുതിയ ബ്രാഞ്ച് ഉണ്ടാക്കാമെന്ന് പഠിച്ചു. അതിൽ എങ്ങനെയാണ് നമ്മൾ ഫയൽസ് കമ്മിറ്റ് ചെയ്യാമെന്ന് പഠിച്ചു. ഗിറ്റ് ഡിഫ് നോക്കാൻ പഠിച്ചു. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, മെർജ് ചെയ്യാൻ പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇതിനേക്കാളും കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരെ വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ വെയിറ്റ് ചെയ്യുക.